ഹബീബ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു പുലിക്കുട്ടിക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ആൾ ചെറുതായിട്ടൊന്ന് ക്ഷീണം വന്നിട്ടുണ്ട്, പക്ഷേ പൂർവാധികം ശക്തിയിൽ അവർ തിരിച്ചു വരും എന്ന് എനിക്ക് ഉറപ്പുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷേ അവർക്കെതിരെ ഞാൻ സംസാരിക്കുന്നത് ഒരുപക്ഷെ അവരെ മോട്ടിവേറ്റ് ആവാൻ വേണ്ടിയിട്ടൊന്നുമല്ല. എൻ്റെ വീഡിയോസ് അവരൊക്കെ കാണുമെന്ന് പോലും എനിക്കൊന്നും അറിയില്ല കേട്ടോ. പക്ഷേ ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത് ഇവർക്കെതിരെ കമൻ്റ് ഇടുന്ന, ഇവർക്കെതിരെ വീഡിയോസ് ചെയ്ത് റീച്ചും വ്യൂസും ഒക്കെ കൂട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്കെതിരെയാണ് ഈ ഒരു വീഡിയോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സിലു ടോക്സിലെ സിലുവിനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ സൽഹ എന്ന് പറയുന്ന ആ ഒരു ഉമ്മയെ കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. പല വീഡിയോസും സോഷ്യൽ മീഡിയയിൽ ജീവിതം തുറന്നു കാണിക്കുന്നതിനെ കുറിച്ചിട്ട് മുമ്പ് ഞാൻ ചെയ്തൊരു വീഡിയോയിൽ തന്നെ എൻ്റെ ഒരു പ്രസ്താവന ഇങ്ങനെയുണ്ട്: അവരല്ലേ അവരുടെ ജീവിതം സോഷ്യൽ മീഡിയക്ക് തുറന്നു കാണിച്ചത്. ഈ ഒരു പോഷൻ മാത്രമേ ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ. പക്ഷേ എന്തുകൊണ്ട് അവരവരുടെ ജീവിതം തുറന്നു കാട്ടി? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. സിലു അങ്ങനെ തന്നെ വിളിക്കാം അല്ലേ, സ്നേഹത്തോടെ നമുക്ക് അങ്ങനെ തന്നെ വിളിക്കാം. ആ സിലുത്ത അവർ എത്ര കഷ്ടപ്പെടുന്നുണ്ട്. 5 മക്കളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ക്യാമറ തുറന്നു വെക്കാൻ തന്നെ അവർക്ക് എങ്ങനെ സമയം കിട്ടുന്നു എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത്രയും മക്കളെ നോക്കും, 5 മക്കളെ നോക്കുക പറഞ്ഞാൽ ഭയങ്കര എഫേർട്ടുള്ളൊരു കാര്യം തന്നെയാണ്. മക്കളുള്ള ഉമ്മാർക്കറിയാം. അത് ആ കുട്ടികൾ ഓരോരുത്തരെയും ഏറ്റവും നല്ല വസ്ത്രം ഇടിപ്പിച്ച്, ഏറ്റവും നല്ല ഭക്ഷണം കൊടുത്ത്, ഏറ്റവും നല്ല സ്കൂളിലൊക്കെ ചേർത്ത്, അങ്ങനെ ആ കുട്ടികളെ ഏറ്റവും നല്ല രീതിക്ക് നോക്കുന്ന ഒരു ഉമ്മയാണ്. നമുക്ക് അവരുടെ വീഡിയോസ് കണ്ടാൽ പലപ്പോഴും ചില ആളുകളൊക്കെ അവരെ വീഡിയോസിൻ്റെ താഴെ വരുന്ന കമൻറ്റിൽ ഞാൻ കണ്ടിട്ടുണ്ട്, എന്തിനാണ് വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ ഇത്രയും നല്ല വസ്ത്രം ഇടുന്നതെന്ന്. അവർക്കറിയാം അവരിത് സൊസൈറ്റിക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യാണ്, വീട്ടിലാരും ഇത്ര നല്ല ഡ്രസ്സ് ഇട്ടിട്ടൊന്നുമല്ലല്ലോ എന്ന്. പക്ഷേ അവരവരുടെ ഏറ്റവും നല്ല ഭാഗം സൊസൈറ്റിക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയാണ്. ഏറ്റവും നല്ല രീതിക്ക് നല്ല വസ്ത്രങ്ങളിട്ട് നല്ല ഭക്ഷണം കഴിക്കുന്നത് കാണിച്ച് അങ്ങനെ കാണിക്കുന്നതാണ്. ദാരിദ്ര്യം കാണിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അവർ കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല അല്ലേ. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ അവർ കാണിച്ചു. എന്തുകൊണ്ട് കാണിച്ചു? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഞാനോ അല്ലെങ്കിൽ ഈ വീഡിയോസ് ഇപ്പോൾ സായി കൃഷ്ണേൻ്റെ ഒരു വീഡിയോ ഒക്കെ കണ്ടു, വളരെ ഒരു പരിധി വരെ ശരിയാണെങ്കിലും എല്ലാം ഒന്നും ശരിയാന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ വലിയ വലിയ ആളുകളാണ്, വലിയ യൂട്യൂബേഴ്സാന്ന് കരുതി അവർ പറയുന്ന എല്ലാം ശരിയായിക്കോളുന്നുണ്ടോ? സായി കൃഷ്ണ അല്ലെങ്കിൽ അരിയണ്ണൻ എന്നൊക്കെ വിളിക്കുന്ന, വണ്ടിയിൽ കാറിൽ ഇരുന്നിട്ട് വീഡിയോ ചെയ്യുന്ന, താടിക്കുള്ള ബിഗ് ബോസിലൊക്കെ വന്നിരുന്ന, ബിഗ് ബോസിൽ നിന്ന് പണപ്പെട്ടി എടുത്തിട്ട് ഇറങ്ങിപ്പോയ അവരെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അവരൊരു വീഡിയോ ഉണ്ട് കേട്ടോ. ആ വീഡിയോയിൽ പറയാണ്, ഇവരെന്നല്ലേ കാരണം, ഈ സൽഹ തന്നെയല്ലേ ഇതിന് കാരണം എന്നൊക്കെയുള്ള രീതിക്ക്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പറഞ്ഞ സായി കൃഷ്ണയോ അല്ലെങ്കിൽ ഞാനോ നിങ്ങളോ അല്ലെങ്കിൽ ഈ വീഡിയോസ് അവർക്കെതിരെ വീഡിയോസ് ചെയ്യുന്നവരൊന്നും അവരെ വീട്ടിൽ ബിസിനസ് പൊളിഞ്ഞ് ഫിനാൻഷ്യലി അവർ തകർന്നിരിക്കുന്ന സമയത്ത് ആ ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും നിങ്ങൾ ആരെങ്കിലും കൊണ്ടു കൊടുത്തോ? ഇല്ലല്ലോ, നമ്മൾ ആരും കൊണ്ടു കൊടുത്തിട്ടില്ല. അപ്പോൾ അവർ തന്നെ, ആ സ്ത്രീ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ പോരാളി അമ്മ എന്ന് പറയുന്നത് വളരെ ശരിയാണ്. ആ സ്ത്രീ തന്നെ എൻ്റെ മക്കൾക്ക് നല്ല ഭക്ഷണം കൊടുക്കാനും നല്ല വസ്ത്രങ്ങൾ കൊടുക്കാനും മറ്റ് ജോലിയും കാര്യങ്ങളൊന്നുമില്ല, അതിനിപ്പം സ്വന്തം എന്താ പറയുക കഴിവുകളെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ആ സ്ത്രീ പഠിക്കാനും പോകുന്നത് കണ്ടു. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. അത്രയൊക്കെ ഫൈറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഇതേ ചെയ്യാൻ പറ്റുന്നുള്ളൂ. കൂടുതൽ കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ട്. അറ്റ്ലീസ്റ്റ് ആ ഒരു ക്യാമറ തുറന്നു വെക്കാൻ പോലും നമ്മളെപ്പോലത്തെ ആളുകൾക്കൊന്നും സമയമില്ല, ചെയ്യാൻ കഴിയൊന്നുമില്ല, അത്രയും കോൺഫിഡൻറ്റും ഇല്ല. നിങ്ങൾ ഈ ക്യാമറ തുറന്നു വെക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം ലൈഫിലോട്ട് ക്യാമറ തുറന്നു വെക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസിയുള്ള കാര്യമൊന്നുമില്ല. ബാക്ക്ഗ്രൗണ്ട് ശരിയാണോ നോക്കണം, നല്ല ലൈറ്റ് ഉണ്ടോ നോക്കണം, ഇട്ട ഡ്രസ്സിന് എന്തെങ്കിലും കുറവുണ്ടോ നോക്കണം. ഇതൊക്കെ താണ്ടി അത് അവർക്ക് ഏറ്റവും നല്ല രീതിക്ക് തന്നെ അവർ പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ അവരെടുക്കുന്ന എഫേർട്ട്. എന്നിട്ട് സാധേ നമ്മളൊരു വീഡിയോ എടുത്തിട്ട് അതുപോലെ അല്ലല്ലോ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പബ്ലിക്കിൻ്റെ മുന്നിലിട്ട് കൊടുക്കുക. നമ്മൾ എന്ത് ചെയ്യണം? ഇത് എഡിറ്റ് ചെയ്യണം, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇതിൻ്റെ ഒക്കെ പുറമെ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഇത്രയും വ്യൂവേഴ്സ് ഉണ്ട് അല്ലേ, അപ്പോൾ ആ വ്യൂവേഴ്സിനെ എന്താ പറയുക മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവുന്ന രീതിക്ക് അവർ മാറ്റുന്നുണ്ട്. എത്ര പേർക്ക് സോഷ്യൽ വർക്കായിട്ട് വീട് വെച്ചെടുക്കരുത്. ഒരു മുത്തശ്ശിയുണ്ട്, ആ മുത്തശ്ശിയൊക്കെ ഇടയ്ക്ക് കാണാനൊക്കെ പോകും. നമ്മളിപ്പോൾ എത്ര നന്മമരങ്ങളായിക്കോട്ടെ, ഒരുപാട് നന്മമരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അല്ലേ. അവരൊക്കെ ഈ പറഞ്ഞ പോലെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു. ഒരു ചികിത്സാ സഹായം കഴിഞ്ഞു, അതിന് ക്യാമ്പ് ഉണ്ടാക്കി, അതിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടാക്കി ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരായിട്ട് വലിയൊരു ബന്ധമൊന്നും നമ്മൾ കാണാറില്ല അല്ലേ.
ഇനി ഉണ്ടോയെന്ന് ഉള്ളവരുണ്ടായിരിക്കാം, പക്ഷേ അധികം ആരും കാണാറില്ല. പക്ഷേ ഒരു മുത്തശ്ശി ഇടയ്ക്ക് കാണാൻ പോകാറുണ്ട് അല്ലേ. അപ്പോൾ കാണാൻ പോകുമ്പോൾ ഇപ്പോഴത്തെ ഞാൻ ഒരു വീഡിയോയിൽ കണ്ടു കേട്ടോ. ഈ ഒരു പ്രശ്നം ഉണ്ടായതിന് ശേഷം തന്നെ തോന്നുന്നുണ്ട്, അവർ കഴിഞ്ഞ വട്ടം പോയപ്പോൾ മുഷിഞ്ഞ ലുങ്കി തുണിയൊക്കെ ആയിരുന്നു ഇട്ടിരുന്നത്. അതുകൊണ്ട് അവരെന്തോ ബോട്ടിൽസൊക്കെ വാങ്ങാൻ പോയ സമയത്ത് ഞാൻ അവർക്ക് ഇതുകൂടെ കൊടുക്കാമെന്ന് വിചാരിച്ച് നിൽക്കാമെന്നൊക്കെ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, എത്ര നല്ല മനസ്സാണ്. കാരണം ഒരു പ്രയാസം അനുഭവിച്ചവർക്ക് മറ്റുള്ളവരുടെ പ്രയാസം കണ്ട് അതിന് പരിഹാരം കാണാൻ പറ്റുള്ളൂ അല്ലേ. ഒരു പക്ഷേ അവളെ കയ്യിൽ ഒരുപാട് പൈസ ഒന്നും ഉണ്ടാവില്ല, കാരണം പൈസ എടുത്തിട്ട് ഈ പറഞ്ഞ ആളുകളെ സഹായിക്കാൻ പറ്റില്ലായിരിക്കാം. പക്ഷെ ആ ഒരു ഉമ്മക്ക് അവരെ വ്യൂവേഴ്സ്, അവരെ സ്നേഹിക്കുന്നവരെ കൊണ്ട് നിങ്ങൾ ഇത് ചെയ്തു കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേരുടെ ചികിത്സക്കും മറ്റു കാര്യത്തിനൊക്കെ സഹായിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം തന്നെ കൊണ്ടാവും വിധം ഈ സമൂഹത്തിന് ഗുണം ചെയ്യുന്ന ഒരു സ്ത്രീയാണ് നമ്മുടെ സിലുത്ത. അപ്പോൾ അവർ എന്താ പറയുക, ചിലർക്ക് സത്യം പറഞ്ഞാൽ അസൂയാണ് കേട്ടോ. ഒരു സ്ത്രീ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന സമയമാണെങ്കിൽ എല്ലാവരും നോക്കി സഹതാപം പറയില്ലേ, ഓ എന്തൊരു പ്രയാസത്തിലാണ്, ആ വീട്ടിൽ ഭയങ്കര ദാരിദ്ര്യമാണ്, 5 മക്കളെ കൊണ്ട് പ്രയാസത്തിലാണ്. ഏറിപ്പോയ എന്ത് ചെയ്യും, ആ നാട്ടിലുള്ള ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായ കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ ഒരു സഹായം വാങ്ങിയിട്ട് ആ സ്ത്രീക്ക് ജീവിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് സ്വയം തന്നെ ഒരു ജീവിത മാർഗം ആ സ്ത്രീ കണ്ടെത്തിയത്. വളരെ അന്തസ്സായിട്ട് ജീവിക്കുന്ന സ്ത്രീയാണ്. എനിക്ക് അവരോട് വളരെ റെസ്പെക്റ്റാണ്. കാരണം അവർ ആരെയും ഹേർട്ട് ചെയ്യുന്ന രീതിക്ക് റിയാക്ഷൻസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും വേദനിപ്പിക്കുന്ന രീതിക്ക് എന്തെങ്കിലും ചെയ്തിട്ടോ ഒന്നുമല്ല അവരവരെ മക്കളെ നോക്കുന്നത്. അവരുടെ ജീവിതം മറ്റാർക്കെങ്കിലും എവിടെയും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പേളിമാണിക്ക് പോലും ഇൻസ്പിറേഷനായി തോന്നിയിട്ടുണ്ട് ഈ സിലുവിൻ്റെ വീഡിയോസ് എന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എനിക്ക് പേളിമണ്ണിൻ്റെ കാര്യം എനിക്കറിയില്ല, അത് ശരിയാണോ ഫേക്കാണോ എന്തും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് പേഴ്സണലി ഞാൻ പോലും ഈ ഒരു സോഷ്യൽ മീഡിയക്ക് മുന്നിൽ ഇത്രയും കോൺഫിഡൻ്റായി വന്ന് നിൽക്കുന്നതിന് ആ ഒരു സ്ത്രീക്ക് പങ്കുണ്ട്. എന്നെ അവർ നേരിട്ടറിയില്ല, എനിക്ക് അവരെ അറിയുള്ളൂ, അവർക്ക് എന്നെ അറിയില്ല. എന്നിട്ടും എനിക്ക് അവർ ചെയ്തെന്ന ആ ഒരു ധൈര്യം, അവർ തന്ന ആ ഒരു ധൈര്യം വളരെ വലുതാണ്. അപ്പോൾ എത്ര പേർക്ക് അവർ ധൈര്യം കൊടുത്തിട്ടുണ്ടായിരിക്കാം, അവരുടെ ജീവിതം കൊണ്ട് ധൈര്യം കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ഒരു സ്ത്രീ സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുത്ത് സെപ്പറേറ്റായി ജീവിക്കാമെന്ന് തീരുമാനം എടുത്തു. ആ തീരുമാനത്തെ നിങ്ങൾക്ക് ബഹുമാനിക്കല്ലേ വേണ്ടത്, അല്ലാതെ അവരുടെ ജീവിതത്തിൽ വന്നിട്ട് ആരെടുത്താണ് തെറ്റ്, ആരെടുത്താണ് ശരി, ഇത് നിങ്ങൾ ഈ പറയുന്ന എല്ലാവിധ തോന്നിയാസങ്ങളും കേൾക്കാൻ ആ സ്ത്രീ ബാധ്യസ്ഥയാണ് എന്നൊക്കെ പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? വളരെ വേദനയോട് കൂടിയിട്ട് ഒരു വീഡിയോയിൽ ആ സ്ത്രീ പറയുന്നൊരു കാര്യമുണ്ട്. ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എനിക്കത് കേട്ടിട്ട് വല്ലാത്ത വിഷമം തോന്നിയിട്ടുണ്ട്. ഞാനത് പറയുന്നില്ല, അത്രയും മക്കളുണ്ടായത് അവർ വേറെന്തോ വേണ്ട, ഈ ലെവലിലോട്ടൊന്നും സംസാരിക്കാൻ തന്നെ ആഗ്രഹിക്കുന്നത്. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, ആ സ്ത്രീ വളരെ പക്വതയോട് കൂടിയിട്ട് ചിന്തിക്കുന്ന, ഇപ്പോൾ ഹസ്ബൻഡിനെ ആണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും മറ്റു കാര്യത്തിലൊക്കെ ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്തിരുന്ന സ്ത്രീയാണ്. 5 മക്കളെ പൊന്നുപോലെ നോക്കിയിരുന്ന സ്ത്രീയാണ്. പെട്ടെന്നൊരു ദിവസം 5 മക്കളുടെ ഉമ്മ സ്വന്തം ഭർത്താവിനെ വേണ്ട എന്ന് ഉപേക്ഷിച്ച് വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും, തക്കതായ റീസൺ ഉണ്ടാവും. അതില്ലാതെ ഒരു സ്ത്രീയും അങ്ങനെ ഇറങ്ങി വരില്ല. അതിൻ്റെ അർത്ഥം അവരുടെ ഹസ്ബൻഡ് തെറ്റ് ചെയ്തതൊന്നും ആയിരിക്കില്ല. അവരുടെ ജീവിതത്തിൽ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്ത എന്തോ ഒരു കാര്യം ഉണ്ടായിരിക്കും. എന്തോ ആയിക്കോട്ടെ, അതിനി എത്ര വലിയ അടി ആയിക്കോട്ടെ, കുത്തായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഇനിയിപ്പോൾ വലിയ വലിയ ഫിനാൻഷ്യൽ ഇഷ്യൂസും ആയിക്കോട്ടെ, അത് അവരുടെ ജീവിതമാണ്. അവർ പറയാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലെ ക്യാമറക്കപ്പുറത്തുള്ള കാര്യത്തിലോട്ട് നമ്മൾ ചോദ്യം ചെയ്ത് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. അവർക്ക് പറയാനുള്ള അവർ ക്യാമറ ഓണാക്കി പറയട്ടെ. എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക. ഇത് ഹസ്ബൻഡിനെ കാണാതായപ്പോഴേക്കും എന്ത് പറ്റിയെന്നുള്ള രീതിക്ക് ചോദ്യം വരാം. ഇപ്പോൾ പല യൂട്യൂബ് ചാനലും നമ്മൾ കാണാറുണ്ട്. അവർക്കൊക്കെ പല ഒരുപാട് ക്യാരക്ടേഴ്സുള്ള ഫാമിലി വ്ളോഗൊക്കെ ആയിരിക്കും അല്ലേ. അതിൽ പലർക്കും ഫാൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അവരെ പെട്ടെന്ന് കാണാതാവുമ്പോൾ എന്താ കാരണം ചോദിക്കുന്ന അത് സ്നേഹം കൊണ്ട്. പിന്നെ അവരെ കാണാത്തതിന് അവരുടെ ഇടയിൽ എന്തോ പ്രശ്നമാണെന്ന് പറഞ്ഞ് കഥകളുണ്ടാക്കി ഇത് വിറ്റ് ജീവിക്കുന്ന കുറച്ച് പേരുണ്ട്. അത് ശരിയല്ല, അത് സ്നേഹമല്ല. സ്നേഹത്തിൻ്റെ പേരിൽ അവരെ ദ്രോഹിക്കുകയാണ്. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കിക്കേ. എങ്ങനെ ഇപ്പോൾ പറയാം, ഇപ്പോൾ ഒരു ഫാമിലി
ആ ഫാമിലിയിൽ ഒരു 5 പേരുണ്ടെന്ന് വെക്കാം. ഹസ്ബൻഡും ഭാര്യയും അതുപോലെ സിസ്റ്ററും ഒക്കെ ഉള്ള ഒരു ഫാമിലി. ഇതിൽ സിസ്റ്റർ പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു. അപ്പോഴേക്കും ആ സിസ്റ്റർ ഈ ഹസ്ബൻഡ് ഈ ബ്രദർ ഉണ്ടാവുമല്ലോ, ഈ ബ്രദറിൻ്റെ വൈഫ് വന്നത് കൊണ്ടാണ് സിസ്റ്ററിനെ ഒഴിവാക്കിയത് എന്നുള്ള രീതിക്ക് പല രീതിക്ക് കഥകൾ, ബ്രദറിൻ്റെ വൈഫും സിസ്റ്ററും തമ്മിൽ പല പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പല പല കഥകൾ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കാം. ഇത് വിറ്റ് ജീവിക്കുന്ന കുറേ പേര് സത്യത്തിൽ ആ സിസ്റ്റർ എന്തോ എക്സാമിന് വേണ്ടിയിട്ടോ അങ്ങനെ എന്തോ കാര്യത്തിന് വേണ്ടി മാറി നിന്നാന്ന് വിചാരിക്കാം. എന്തായിരിക്കും അവസ്ഥ? അവർക്ക് ആ ഫാമിലിക്ക് അത് കേൾക്കുമ്പോൾ വല്ലാതെ പ്രയാസം ഉണ്ടാവില്ലേ? എന്തിനതിൻ്റെയൊക്കെ ആവശ്യം? എന്തിനാണ് നമ്മൾ മറ്റുള്ളവർ പറയാൻ ആഗ്രഹിക്കാത്ത അവരുടെ ജീവിതത്തിനുള്ളിലെ നോവിനെ കുത്തി നോവിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുന്നത്? അവർക്ക് വേണ്ടതാണെങ്കിൽ അവർക്ക് നിങ്ങളെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ അവർ വന്ന് പറയും. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം, അതും അവരെ വേദനിപ്പിക്കാത്ത രീതിയിൽ പറയാം. അല്ലാതെ മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇൻറ്റൻഷനലി എന്തിനാണ് ഒരാളെ വേദനിപ്പിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടാനുള്ളത്? ഞാനിപ്പോഴും പറയാണ്, സിലുത്ത 5 മക്കളെ നോക്കുന്ന വെരി പ്രൗഡ്ലി മറ്റാരെയും വേദനിപ്പിക്കാതെ സ്വന്തം ജീവിതം മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷനായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്, ഒരു അഭിമാനമുള്ള ഒരു സ്ത്രീയാണ്. അവരെ ഇനിയും കുത്തി നോവിക്കാതിരിക്കുക. ഒരിത്തിരിയെങ്കിലും ബോധത്തോട് കൂടിയിട്ട് നിങ്ങളൊക്കെ ഒന്ന് പെരുമാറുക. ഇത് മോശം കമൻ്റ് ഇടുന്നവരോടാണ് ഞാൻ പറയുന്നത്, അല്ലാതെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. കാരണം തുടക്കം മുതലേ അവരെ വീഡിയോസ് കാണുന്നവർക്കറിയാം അവരെത്രമാത്രം സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സ്ത്രീയാണെന്ന്. അപ്പോൾ അതുപോലെ എനിക്കും അറിയാം, കാരണം ഞാൻ അവരുടെ വീഡിയോസ് കാണാറുണ്ട്. ഞാൻ യൂട്യൂബിലോട്ട് വരാനുള്ള ഒരു പരിധി വരെയൊക്കെ കാരണം അവരൊക്കെ തന്നെയാണ്. ഞാൻ മുമ്പ് അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഒരു സ്ത്രീ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് എടുത്ത് വെക്കണമെങ്കിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട് അല്ലേ? മക്കളുണ്ട്, ഫാമിലീസ് ഉണ്ട്, മറ്റു ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ഹസ്ബൻഡിന് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുന്നേക്കാളും വീട്ടുജോലികളും അങ്ങനെ പല പല കാരണങ്ങളായിട്ട് ഒരു സ്ത്രീക്ക് ഒരുപാട് സ്ട്രഗിൾ ഉണ്ട്. എല്ലാ സ്ത്രീകളെയും കാര്യമല്ല കേട്ടോ പറഞ്ഞത്. ഒരു പരിധി വരെ നമ്മുടെ കേരളത്തിലുള്ള സ്ത്രീകൾക്കൊക്കെ ഒരുപാട് പരിമിതികളുണ്ട്. അപ്പോൾ അവർ ഇതുപോലെ മുന്നോട്ട് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് മുന്നോട്ട് വരുമ്പോൾ ഇതുപോലെ തളർത്താതിരിക്കുക. ഒന്ന് മാറി ചിന്തിച്ച് നോക്കിക്കേ. സ്ത്രീയും പുരുഷനും തമ്മിൽ ഇങ്ങനെ വലിയ സംഭവമാക്കി പറയേണ്ട കാര്യമില്ല. എപ്പോഴും ഡിവോഴ്സൊക്കെ കേൾക്കുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഒരു ഡിവോഴ്സ് കേസ് വരുമ്പോൾ എപ്പോഴും സ്ത്രീക്കാണ് കുറ്റി അല്ലേ? സ്ത്രീ അങ്ങനെ ആയതുകൊണ്ടാണ്, സ്ത്രീ ഇങ്ങനെ ആയതുകൊണ്ടാണ്, അവൾക്ക് കുറച്ചുകൂടെ ക്ഷമിച്ചൂടെ. അതുകൊണ്ട് തന്നെ പല പെൺകുട്ടികളും ഇന്നത്തെ കാലത്ത് ആത്മഹത്യയൊക്കെ ചെയ്യുന്നുണ്ട്. ആത്മഹത്യയൊന്നും ചെയ്യാതെ വളരെ ധൈര്യത്തോടെ തൻ്റെ 5 മക്കളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഉമ്മയാണ് സിലുത്ത. അവരെ കുറ്റം പറയാതെ, നല്ലത് പറയാൻ പറ്റില്ലെങ്കിൽ മിണ്ടാതെ ഇരുന്നോട്ടെ. എന്തിനാ വെറുതെ ദ്രോഹിക്കാൻ പോകുന്നത്? നമുക്കൊരാളെ സഹായിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ സഹായിക്കണമെന്നോ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യണോ എന്നൊന്നും പറയുന്നില്ല. അറ്റ്ലീസ്റ്റ് അവരെ ദ്രോഹിക്കാതെങ്കിലും ഇരിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. ബൈ ബൈ.